അറിഞ്ഞുള്ള സന്തോഷ വാർത്ത, 12 ഏഷ്യൻ വംശജരെയാണ് ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സൈബർ കുറ്റത്തിൽ ഏർപ്പെട്ടിരുന്ന 12 പേര്. ഇവരുടെ പടി എന്താ വെച്ചാൽ മിനിസ്ട്രിയുടെ പേരിൽ, അല്ലെങ്കിൽ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ, അല്ലെങ്കിൽ CID ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗവൺമെൻറ് ഏജൻസികളുടെ പേരിൽ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കുകളിൽ നിന്ന് എന്ന പേരിലൊക്കെ വ്യാജ മെസ്സേജുകൾ നമ്മുടെ വാട്സപ്പിലേക്കും നമ്മുടെ മൊബൈലിലേക്കൊക്കെ അയക്കും. ആ അയക്കുന്ന മെസ്സേജുകളിലൂടെ നമ്മുടെ ലിങ്കുകൾ ഉണ്ടാകും. ആ ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ബാലൻസ് കാലിയാകുന്ന, അല്ലെങ്കിൽ അതിൽ നമ്മുടെ കോൺഫിഡൻഷ്യൽ ഡാറ്റാസൊക്കെ കരസ്ഥമാക്കുന്ന ഇത്തരം സൈബർ മാഫിയകളിൽപ്പെട്ട 12 പേരെയാണ് ഗവൺമെൻറ് വളരെ തന്ത്രപൂർവ്വം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതോടുകൂടി സൈബർ കുറ്റകൃത്യങ്ങൾ അവസാനിച്ചു, അല്ലെങ്കിൽ ഇല്ലാതായി കുറഞ്ഞു എന്ന് നമ്മൾ കരുതണ്ട. ഇനിയും നമ്മൾ മെസ്സേജുകൾ വന്നേക്കാം. ഇപ്പോൾ ഒരു ഒറ്റ ടീമിനെയാണ്, ഒരൊറ്റ മാഫിയകളിൽപ്പെട്ട 12 പേരെന്ന് പറയുമ്പോൾ, ഏഷ്യൻ രാജ്യങ്ങളിൽപ്പെട്ട 12 പേര് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ടീമിനെയാണ് ഇപ്പോൾ വളരെ ഗവൺമെൻറ് വളരെ തന്ത്രപൂർവ്വം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയും പല ആളുകളും പല ടീമുകളും ഉണ്ടായേക്കാം. ഇതിപ്പോൾ ഖത്തറിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തൊരു ടീമിനെയാണ് ഗവൺമെൻറ് വളരെ തന്ത്രപൂർവ്വം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മെസ്സേജുകൾ വന്നേക്കാം, അല്ലെങ്കിൽ നമുക്ക് കോളുകളൊക്കെ വന്നേക്കാം. ഇപ്പോൾ ഖത്തറിന് വെളിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന പല സംഘങ്ങളും ഉണ്ടായേക്കാം. അതുകൊണ്ട് നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം. ഗവൺമെൻറ് ഈ ഒരു സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ വളരെ ജാഗരൂകരാണ്. നമ്മളും ജാഗരൂകരായിരിക്കണം. നമുക്ക് ലഭിക്കുന്ന മെസ്സേജുകളിൽ ചില ലിങ്കുകൾ ഉണ്ടായിരിക്കാം. ആ ലിങ്കുകളിൽ നമ്മൾ അറിയാതെ ഒരു കൈ ഒന്ന് പ്രസ് ആയി പോയാൽ നമ്മുടെ ജീവിതം മാറി പറയും, നമ്മുടെ ബാങ്ക് ബാലൻസ് കാലിയാകും. അതുകൊണ്ട് പ്രത്യേകം വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഇനിയും കോളുകൾ വന്നേക്കാം, ഇനിയും മെസ്സേജുകൾ നമുക്ക് വന്നേക്കാം. എന്തായാലും ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുന്ന ഗവൺമെൻറ്റിനും ഇത്തരം ആളുകളെ, ഇത്രയും സൈബർ മാഫിയകളെ വലയിലാക്കുന്ന ഗവൺമെൻറ് ഏജൻസികൾക്കും നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.